ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ പ്രകാശൻ എല്ലാ രീതിയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രകാശന് ഇപ്പോൾ രാമായണ മാസമായതിനാൽ തന്നെ സ്ഥിരമായി അമ്പലത്തിൽ പോയി രാമായണം വായിക്കുകയും അതുപോലെ തന്നെ അവിടെ വായിക്കുന്നവർ കണ്ട് കേട്ടും അതുപോലെ അവിടെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറച്ചു നോക്കിയും തന്നെയാണ് അത് വായിക്കാൻ പഠിക്കുന്നത് പ്രകാശൻ. അങ്ങനെ ആ കാഴ്ച നമ്മുടെ കല്യാണി കാണുന്നുണ്ട്. കല്യാണിക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. എന്തായാലും തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ അവൾക്ക് അഭിമാനവും തോന്നുകയാണ്. പക്ഷെ ദീപ അതിനൊന്നും ദീപയ്ക്ക് അപ്പോഴും പറയുന്നുണ്ട്, മോളെ അയാൾ അതുമല്ല അതിൻ്റെ അപ്പുറവും ചെയ്യും, നിന്നെ മനസ്സിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അയാളുടെ മകൻ വിക്രം പുറത്തേക്ക് വരുമ്പോൾ വിക്രത്തിന്റെ കൂടെ നിന്ന് നമ്മളെയൊക്കെ ചതിക്കില്ല എന്ന് ആര് കണ്ടു? അയാള് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് മോളെ എന്നൊക്കെ ദീപ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിരണും പറയുന്നുണ്ട്, നീ ഇത് മുഴുവനായിട്ടും വിശ്വസിക്കണം, കാരണം വിക്രത്തിനെ അയാൾക്ക് വെറുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്നേഹിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത്ര അടുത്ത് അങ്ങ് സ്നേഹിക്കേണ്ട ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളുടെ സ്വഭാവം മാറും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അയാൾക്ക് പല വിള്ളലുകളും ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ ആർക്കും സഹിക്കാൻ പറ്റാത്താകുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും കിരൺ കല്യാണിക്ക്. കല്യാണി അതൊന്നും വക വെക്കുന്നില്ല. എന്തായാലും അവിടെ നിന്ന് നമ്മുടെ പ്രകാശൻ രാമായണം വായിക്കുന്ന ആ കാഴ്ച കണ്ട് അവിടെ നിന്നും പോകുകയാണ്. അതിനുശേഷം ആണ് നമ്മുടെ പ്രകാശനെ അമ്മ കാണുമ്പോൾ അമ്മയും കുറ്റപ്പെടുത്തുകയാണ്, ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ സഹിച്ചും അങ്ങനെ എന്തായാലും ഒരു ഐശ്വര്യമൊക്കെ നമ്മുടെ പ്രകാശന്റെ മുഖത്ത് വന്നിട്ടുണ്ട്. ആ ചന്ദനക്കുറിയും നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കും, വൃത്തിയുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത്. അതേ സമയത്താണെങ്കിലും ഇവിടെ മനോഹറിന്റെ കാര്യം അതിൽ ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. മനോഹർ മറിയത്തിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന കാഴ്ച സരയു നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും സരയുവിനെ മനോഹറിനെ വെറുത്ത് അങ്ങേയറ്റത്തെ വെറുപ്പിലെത്തിയിരിക്കുകയാണ്. ഒരു വലിയൊരു ഇരുമ്പ് വടിയും വെച്ച് കാത്തിരിക്കുകയാണ്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മനോഹറിന്റെ തല തല്ലി പൊളിക്കാൻ. എന്തായാലും സരയു ഇപ്പോൾ ശരിക്കും നോർമൽ അല്ല. സരയു മനോഹറിന്റെ മുൻപിൽ മാത്രമാണ് നോർമലായി നിൽക്കുന്നത്. ബാക്കി എല്ലാവരുടെയും മുന്നിൽ അവളുടെ മാനസിക നില തെറ്റിയതുപോലെയാണ് അവൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാതും തന്നെയല്ല. അത് കൂടാതെ നമ്മുടെ കിരണിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തു നോക്കുകയും കിരണിനെ കണ്ണീരോടുകൂടി അവനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി. തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിച്ചതുപോലെ, ആൻറ്റിയൊക്കെ ആഗ്രഹിച്ചതുപോലെ ഇവനെ തൻ്റെ ജീവിതത്തിൽ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നേനെ എന്ന് നമ്മുടെ സരയുന് തോന്നി തുടങ്ങുകയാണ്. ഇതിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടി കല്യാണി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവും കിരൺ ആയിരുന്നേ എന്നൊക്കെ ഇങ്ങനെ സരയു മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്തായാലും മനോഹറിനുള്ള പണി അത് ഉറച്ചത് തന്നെയാണ്. മനോഹറാണെങ്കിൽ ഇവിടെ നിന്നും എത്രയും വേഗം മറിയത്തിനുമായിട്ട് അമേരിക്കയിലോട്ട് പോയി രക്ഷപ്പെടാം. പിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് വരേ വേണ്ട. ഇതെന്തായാലും മറിയത്തിന് ഇനി ജീവിതത്തിൽ മറ്റൊരു കല്യാണമില്ല. അത്രയും കോടിക്കണക്കിന് രൂപയാണ് മറിയത്തിന്റെ കയ്യിലുള്ളത്. അത് മുഴുവനും അവൻ അങ്ങ് കമത്താലോ, അത് തന്നെയാണ് നമ്മുടെ മനോഹറിന്റെ തീരുമാനവും. അങ്ങനെ ആ തീരുമാനങ്ങളെല്ലാം തകർക്കുകയാണ് സരയു ചെയ്യുന്നത്. സരയു എന്തായാലും മനോഹറിനെ സ്നേഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ സരയുന് ഒരു അവസരം കിട്ടുമ്പോൾ മനോഹറിന്റെ തല ആ ഇരുമ്പ് വടി വെച്ച് അള്ളി തകർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനോഹർ ശരിക്കും ഒരുപക്ഷെ മരണത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. കാരണം മനോഹർ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഛേദവുമില്ല. കാരണം ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീര്, ഒരുപാട് കുഞ്ഞുങ്ങളുടെ കണ്ണുനീരൊക്കെ കാണാൻ ഉള്ളത് ഇയാൾ കാരണം കൊണ്ട് തന്നെയാണ്. ഈ മനോഹർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. മനോഹർ അത്രയധികം ആൾക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരാളാണ്. തന്നെയല്ല ഒരു കുടുംബമില്ല, സ്ഥിരമായ ഒരു കുടുംബമില്ല, അച്ഛനില്ല, അമ്മയില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ പോലീസുകാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കുറ്റവാളി തന്നെയാണ് മനോഹർ. അങ്ങനെ പോലീസുകാരുടെ കണ്ണിൽ നിന്ന് മിന്നിമായുന്ന ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അവനിങ്ങനെ മിന്നിമായുന്നുണ്ട്. അത് ഒരിക്കലും പോലീസിന് തന്നെ അവനെ കണ്ടു കഴിഞ്ഞ ഒരു പക്ഷെ അവന് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവനിങ്ങനെ മാറി മറിഞ്ഞു നടക്കുന്നത്.
അങ്ങനെ തന്നെയല്ല നമ്മുടെ സരയു ആണെങ്കിൽ ഈ ഒരു കാര്യം മറിയത്തിനെയും അറിയിക്കുന്നതിന് മറിയ എന്തായാലും കാത്തിരിക്കാണല്ലോ. മനോഹർ വരും, തന്നെ കൊണ്ടുപോകും, മനോഹരമായിട്ടുള്ള ഒരു പുതിയ ജീവിതം, സന്തോഷകരമായിട്ടുള്ള ജീവിതം. ആദ്യത്തെ കുടുംബ ബന്ധം എന്തായാലും, ആദ്യത്തെ വിവാഹം എന്തായാലും അത് പാളിപ്പോയതാണ്, അത് സക്സസ് ആയില്ല. ഇതെന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് മറിയത്തിന്റെ വിചാരം. എന്തായാലും അതും നടക്കുന്നില്ല. എന്തായാലും സത്യങ്ങളെല്ലാം ഉടനെ തന്നെ മറിയവും മനസ്സിലാക്കുന്നുണ്ട്. തന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്നൊരു ആശ്വാസത്തിൽ തന്നെ നിഷയുടെ ജീവിതം എങ്ങനെയാണ് ഒരിത്തിരിക്കോളം ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിഷയുടെ ജീവിതവും രക്ഷപ്പെട്ടത്. ഒരു കുഞ്ഞിനെ അവർക്കൊന്നും സമ്മാനമായി കിട്ടാഞ്ഞത്. അങ്ങനെ ആ ഒരു ജീവിതം രക്ഷപ്പെട്ടു. അതുപോലെ നമ്മുടെ ഡോണയുടെയും അവളുടെയൊക്കെ ജീവിതം രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ എല്ലാവരും നമ്മള് മനോഹറിന്റെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറിയത്തിന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതേ സമയത്താണെങ്കിലും സരയുവിന്റെ സമനില തെറ്റി. സരയു ഇനിയിപ്പോൾ എന്തായാലും കല്യാണിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും കല്യാണിയുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറി അവളെ ഇല്ലാതാക്കാൻ ഒരു ദിവസം അവളുടെ വീട്ടിൽ ഇരുട്ടത്ത് അവളുടെ വീട്ടിലേക്ക് വന്ന് നിഴൽ കണ്ടതും കൂടിയാണ് കല്യാണി. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം കൂടി നമ്മുടെ സരയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നോർമൽ ആകുമ്പോൾ അതും സരയു ആണെങ്കിൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് കല്യാണിയോടും കിരണിനോടും മാപ്പ് പറയുന്ന ഭാഗവുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനോട് ഞാൻ മത്സരിച്ച് ജീവിച്ചത് കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഇത്രയും നാളും ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നില്ല, ഒരു പിശാച് തന്നെയായിരുന്നു. കൂടെ അതിലും വലിയൊരു സാധനം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് പെട്ടത്, അതിലും വലിയൊരു ഭീകരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണിൽ ഫുൾ തിമിരമായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ, ഞാൻ ജയിലിൽ പോകുക അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ കൈവിടരുത് എന്നും കൂടി സരയു കല്യാണിയോടും കിരണിനോടൊക്കെ ആവശ്യപ്പെടുകയാണ്. അവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാറ്റം, സരയുടെ ഒരു മാറ്റം കാണുമ്പോൾ ഇതിനിടയിൽ നമ്മുടെ പ്രകാശിന്റെ അവസ്ഥയും വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശിന് അസുഖം ബാധിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടും ശരീരവേദന എല്ലാം ഉണ്ടാകുമല്ലോ, സഹിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് പ്രകാശിന്റെ ശാരീരിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരു കാല് നഷ്ടപ്പെട്ടു, പിന്നെ അവൻ ആരോഗ്യമില്ല. അവനിപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. ഹാർട്ടിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ അവൻ കഴിക്കുന്നില്ല. അതിന്റെ മരുന്നൊക്കെ നിർത്തിയിട്ടാണ് അവനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഒരു അസുഖം വന്നപ്പോൾ പെട്ടെന്ന് അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാവുകയാണ്. അവനെ സഹായിക്കാൻ ഒരു തുള്ളി വെള്ളം എടുത്തു തരാനോ അതുപോലെ തന്നെ അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും തന്നെ കൂടെയില്ല. സ്വന്തം അമ്മ പോലും കൂടെയില്ല. ആരും അവനെ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ തൻ്റെ കയ്യിൽ കിട്ടിയ ആ ഫോൺ എടുത്ത് കല്യാണിക്ക് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ കല്യാണിയോട് പറയുന്നുണ്ട്, കല്യാണി മോളെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവനായിട്ടും പ്രകാശിന് ആ വാക്ക് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ചുമയും ശ്വാസതടസ്സവും ഒക്കെ വരികയാണ്. ഇത് കേൾക്കുന്ന കല്യാണിക്ക് ഒരുപാട് വിഷമാവുകയുണ്ട്. എന്തായാലും അച്ഛൻ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛൻ്റെ ശരീരസ്ഥിതി വളരെ മോശമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് കല്യാണി അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് കിരണിനോട് വിവരം പറഞ്ഞു. കിരൺ അപ്പോൾ സമ്മതിക്കുന്നൊന്നുമില്ല. എങ്കിലും കിരണിനെയും കൂട്ടി കാറും എടുത്ത് വേഗം തന്നെ പ്രകാശൻ താമസിക്കുന്ന അവിടേക്ക് എത്തുകയാണ്. പ്രകാശൻ അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ണുകൾ ഇങ്ങനെ മറഞ്ഞു പോകുന്നുണ്ട്, ശ്വാസം കിട്ടാതെ. അതുപോലെ ചുമച്ച് തളർന്നൊരു ഭാഗത്ത് കിടക്കുകയാണ്. വേഗം വാരിയെടുത്ത് കാറിലെ തൻ്റെ കല്യാണിയുടെ മടിയിലെ പ്രകാശന്റെ തല വെച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും കല്യാണി തന്നെയാണ് പ്രകാശന് പുതുജീവൻ നൽകുന്നതും. അതുപോലെ തന്നെ കല്യാണിക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നുണ്ട് തൻ്റെ അച്ഛൻ ശരിക്കും മാറിയത് തന്നെയാണെന്നുള്ള സത്യം അവർ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിക്രത്തിനെ കൊല്ലുന്നതും പ്രകാശൻ തന്നെയായിരിക്കും. എന്തായാലും അടിപൊളി എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.